മലപ്പുറം തലപ്പാറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് തോട്ടിൽ വീണ ബൈക്ക് യാത്രികനായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അദ്ദേഹത്തെ കാണാനില്ല. തലപ്പാറ വലിയ പറമ്പ് സ്വദേശി ഹാഷിറിനെയാണ് കാണാതായത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ അപകടം നടന്നത്. ഇപ്പോഴും ആ തോട്ടിൽ തെരച്ചിൽ നടത്തുകയാണ്. സമീർ ബിൻ കരീം ഈ അപകട സ്ഥലത്തുണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? എക്സാക്ട്ലി ഏത് സമയത്താണ് ഈ അപകടം ഉണ്ടായത്? ഇന്നലെ വൈകുന്നേരം 6:30 ഈ അപകടം സംഭവിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തലപ്പാറയിലുള്ള ദേശീയപാതയുടെ സർവീസ് റോഡിലായിരുന്നു അപകടം. ഈ കാറും മറ്റൊരു സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ സ്കൂട്ടർ യാത്രികനായ വലിയപറമ്പ് സ്വദേശി ഹാഷിർ എന്ന് പറയുന്ന യുവാവ് ഈ സർവീസ് റോഡിൽ നിന്നും നേരെ താഴ്ഭാഗത്തുള്ള തോടിലേക്ക് തെറിച്ചു വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഈ തോട്ടിൽ നടത്തുന്നുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നുകൊണ്ടാണ് ഈ തോട്ടിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെ വീണ്ടും ഈ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒഴുക്കുള്ള ഒരു തോടല്ല ഇത്, മറിച്ച് പക്ഷേ ശക്തമായ മഴ ഉണ്ടെങ്കിൽ ഒഴുക്കുണ്ടാകുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല ഈ തോടിൽ പലയിടത്തായി കുഴികളും ഒക്കെ തന്നെ ഉള്ള ഒരു സ്ഥിതിയുമുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ശക്തമായ മഴയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഏറെ വൈകിയാണ് ഈ തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഈ മഴ ഈ തെരച്ചിലിനൊരു തടസ്സമായി മാറുന്നുമുണ്ട്. ഇപ്പോൾ ഒരു പ്രദേശവാസി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ തോടിൻ്റെ ഒരു സ്വഭാവം എങ്ങനെ? വലിയ ഒഴുക്കൊക്കെ ഉള്ള തോടാണോ? അടിയൊഴുക്കുണ്ട്. മേലെ അങ്ങനെ കാണില്ല, ഞങ്ങൾ ഒഴുക്കില്ല, മേലെ കാണില്ല. അടിയൊഴുക്കുണ്ട്. അതേപോലെ സൈഡിലൊക്കെ കുഴികളുണ്ട്, നല്ല ആഴമുള്ള കുഴികളുണ്ട്. അതാണ് സംഭവം. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. 12:15 വരെ ഫയർഫോഴ്സും നാട്ടുകാരും ടോമക്കാരും എല്ലാവരും ചർച്ച ചെയ്തിന് 12:30 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പോയത്. ഈ മഴ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഒഴുക്കുണ്ടാവും തോന്നുന്നല്ലേ? കൂടുതൽ ഒഴുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. മഴ 6 ആളെ വെള്ളം ഉണ്ടാകും അവിടെ ആ ജംഗ്ഷനിൽ. 6-7 ആളെ വെള്ളം വരെ കൂടുന്ന, പിന്നെ അടിയിൽ മുള്ളും കാടായിട്ട് കൂടിയായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. ഈ തിരിച്ചിലായതുകൊണ്ട് പറയാൻ പറ്റില്ല എവിടെയാണ് എന്താണെന്നുള്ളത്. കുഴികളൊക്കെ ഉള്ള തോടാണ്. കുഴികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഇപ്പോൾ അവിടെ താഴത്തുനിന്ന് വരെയുള്ളൊരു 5-6 സ്ഥലങ്ങളൊക്കെ വലിയ വലിയ കയം പോലുള്ള കുഴിയാണ്. അതിൽ മുങ്ങിയാലെത്താവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. എന്നാലും 6-7 ആളെ വെള്ളം ഉണ്ടാവും ഇപ്പോഴത്തെ കാഴ്ചയിൽ. ആ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ 2-3 ആളെ വെള്ളം ഉണ്ടാവുള്ളൂ. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഒരു 5-6 ആളെ വെള്ളം എന്തായാലും ഉണ്ടാവും. അത്രയും താഴ്ന്ന സ്ഥലമാണ് അവിടെ. യുവാവിന് നീന്താനൊക്കെ അറിയാവുന്ന ആളാണെന്നാണ് പറയുന്നത്. പക്ഷെ നീന്താൻ അറിഞ്ഞാൽ പോലും പ്രയാസമാണെന്നാണോ? അത് എങ്ങനെയാണ് തട്ടിട്ടുള്ളതെന്നുള്ള നമുക്കറിയില്ലല്ലോ. ആള് ജീവൻ കിട്ടുന്നുണ്ടെങ്കിൽ ആള് ഏത് രൂപത്തിലാണ് അടിച്ചു വീണിട്ടുള്ളതെന്ന് അറിയാൻ പറ്റില്ല. ആള് പൊന്തിപ്പോണ് കണ്ടിട്ട് ഒരാൾ ബാക്കിൽ വന്ന വണ്ടിയിൽ നിന്ന് ഒരാൾ ചാടി അവനെ പിടിക്കാൻ വേണ്ടി ഓൻ ചാടിയത് ആ മുള്ളുംകാട്ടിലായി പോയി. ഓനക്ക് പൊന്താൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെയൊക്കെ മേലേക്ക് കയറി വന്ന് വയ്ക്കുന്ന ആളെ കാണാതെയായി. അങ്ങനെയാണ് പറഞ്ഞു കേട്ടെ നമ്മളിവിടെ വന്ന ടൈമിൽ. ബാക്കിയുള്ള കാര്യം പിന്നെ എന്താണെന്നുള്ള നമുക്കറിയില്ല. ഏതായാലും ആ യുവാവിന് വേണ്ടി തിരച്ചിൽ നടക്കുകയാണ്. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇത് വലിയ തോടല്ലെങ്കിൽ പോലും പക്ഷേ ശക്തമായ അടിയൊഴുക്കുണ്ട്. മാത്രമല്ല തോടിൽ പലയിടങ്ങളിലായി കുഴികളൊക്കെ ഉള്ള ഒരു തോടാണ്. അതുകൊണ്ട് തന്നെ ഈ യുവാവ് ഈ അപകടത്തിൽ പെടുന്നു, അങ്ങോട്ട് തെറിച്ച് വീഴുന്നു. അതുകൊണ്ട് തന്നെ ഏത് പരിക്കോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നീന്താൻ കഴിയാനുള്ളൊരു പ്രയാസമൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ അപകടം സംഭവിച്ചത് കണ്ട് തൊട്ട് പിറകെ വന്ന യാത്രികൻ ഈ തോടിലേക്ക് എടുത്തു ചാടി തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കരയിലേക്ക് കയറിയത് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഏതായാലും ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഫയർഫോഴ്സും മറ്റുള്ള സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒക്കെ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ തോടിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ തന്നെ വലിയ ഈ കാടുകളും മരങ്ങളും ഒക്കെ തന്നെ തടിച്ചു കൂടുന്നുണ്ട്. നാട്ടുകാർ ഇവിടേക്ക് ഇറങ്ങി ഈ കാടുകളൊക്കെ തന്നെ വെട്ടിത്തളിച്ചുള്ള തിരച്ചിൽ നടത്തുന്നു. മറുഭാഗത്ത് ഫയർഫോഴ്സും വലിയ തരത്തിലുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ യുവാവിന് അതിവേഗത്തിൽ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമീർ ബിൻ കരീമാണ് സംഭവ സ്ഥലത്ത് നിന്ന് ചേർന്ന്. തലപ്പാറ വലിയപറമ്പ് സ്വദേശി ഹാഷിറിന് വേണ്ടിയാണ് അന്വേഷണം തുടരുന്നത്.